السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 97-ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൻ നാസിയാത്തിലെ 7-ാം ഭാഗവും തവക്കല എന്ന ക്രിയയുമാണ്. ആദ്യമായി ഖുർആന്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി നമുക്കതിൻ്റെ പദാനുപദാർത്ഥം നോക്കാം. യസ് അലൂനക്ക, അവർ നിന്നോട് ചോദിക്കുന്നു. സ അല എന്ന ക്രിയയുടെ വ്യത്യസ്ത രൂപഭേദങ്ങൾ നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. സ അല അവൻ ചോദിച്ചു, സ അലു അവർ ചോദിച്ചു. യസ് അൽ അവൻ ചോദിക്കുന്നു, യസ് അലൂൻ അവർ ചോദിക്കുന്നു. യസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കുന്നു. ഖലഖക എന്ന് പറഞ്ഞ അതേ പ്രയോഗം. യസ് അലൂന അവർ ചോദിക്കുന്നു, ക നിന്നോട്. യസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കുന്നു. അനിസ്സ അന്ത്യ സമയത്തെ സംബന്ധിച്ച്. അനിസ്സ അന്ത്യസമയത്തെ സംബന്ധിച്ച്. അൻ സംബന്ധിച്ച്, സ മണിക്കൂർ. സ മണിക്കൂർ അല്ലെങ്കിൽ സമയം. അസ്സ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത് അന്ത്യനാളിനെ സംബന്ധിച്ചാണ്. അസ്സ അന്ത്യനാൾ അല്ലെങ്കിൽ അന്ത്യ സമയം. അനിസ്സ അന്ത്യസമയത്തെ സംബന്ധിച്ച്. അയ്യാന എപ്പോഴാണ്. അയ്യാന എപ്പോഴാണ്. മുർസാഹ അതിൻ്റെ സംഭവിക്കൽ. മുർസ സംഭവിക്കൽ, മുർസാഹ അതിൻ്റെ സംഭവിക്കൽ. ഫീമ അൻത, ഫീ ഇൽ, മ എന്ത്. ഫീമ എന്ത്. ഫീമ എന്തിൽ. അൻത നീ. ഫീമ അൻത നീ എന്ത് അവസ്ഥയിലാണ്. ഫീ ഇൽ മ എന്ത്. ഇവിടെ മക്ക് ദീർഘം ഉണ്ടാവുകയില്ല. അമ്മ എന്ന് പറയുന്നത് പോലെ. അമ്മ യതസാഅലൂൻ, അൻ അധികം മ, അൻ മ, അമ്മ. ഫീ മ, ഫീമ. ബി മ, ബിയോടൊപ്പം മ ചേർന്ന് വരിക. അന്നിനോടൊപ്പം മ ചേർന്ന് വരിക. ഫീയോടൊപ്പം മ ചേർന്ന് വരിക. ഈ സന്ദർഭത്തിലൊക്കെ മായുടെ ദീർഘം നഷ്ടപ്പെടും. അപ്പോൾ ഫീമ എന്തിലാണ്. അൻത നീ. ഫീമ അൻത നീ എന്തവസ്ഥയിലാണ്. മിൻ ദിക്റാഹ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ദക്കറ ഓർമ്മിച്ചു. ദിക്ർ ഓർമ്മിക്കൽ. മിൻ ദിക്റാഹ അതിനെക്കുറിച്ച് ഓർമ്മിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ. മിൻ ദിക്റ മിൻ നിന്ന്, ദിക്റ സംസാരിക്കൽ, ഹ അതിനെ. ദിക്റാഹ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഇല റബ്ബിക്ക നിൻ്റെ നാഥൻ്റെ അടുക്കിലേക്ക്. ഇലയിലേക്ക്, റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ്. ഇല വന്നതുകൊണ്ട് ഇല റബ്ബിക്ക നിൻ്റെ നാഥനിലേക്ക്. മുൻതഹാഹ അതിൻ്റെ അന്ത്യം. ഇല റബ്ബിക്ക നിൻ്റെ നാഥനിലേക്കാണ്. മുൻതഹാഹ അതിൻ്റെ അന്ത്യം. ഇൻതഹ അവസാനിച്ചു. മുൻതഹ അന്ത്യം. മുൻതഹ ഹ അതിൻ്റെ അന്ത്യം അല്ലെങ്കിൽ അവളുടെ അന്ത്യം. ഇവിടെ അതിൻ്റെ അന്ത്യം. മുൻതഹാഹ അതിൻ്റെ അന്ത്യം. ഇന്നമ മാത്രമാണ്. അൻത നീ. ഇന്നമ അൻത നീ മാത്രമാണ്. മുൻദിർ മുന്നറിയിപ്പ് നൽകുന്നവൻ. അൻസറ മുന്നറിയിപ്പ് നൽകി. അൻസറു അവർ മുന്നറിയിപ്പ് നൽകി. മുൻദിർ മുന്നറിയിപ്പ് നൽകുന്നവൻ. മുൻദർ മുന്നറിയിപ്പ് നൽകപ്പെടുന്നവൻ. ഇൻദാർ
മുന്നറിയിപ്പ്. മുൻദിർ മുന്നറിയിപ്പ് നൽകുന്നവൻ അല്ലെങ്കിൽ താക്കീത് നൽകുന്നവൻ. ഇന്നമാ അൻത മുൻദിർ നിശ്ചയമായും നീ താക്കീത് നൽകുന്നവൻ മാത്രമാണ്. ഇന്നമാ അൻത നിശ്ചയമായും നീ മുൻദിർ താക്കീത് നൽകുന്നവൻ മാത്രമാണ്. മലയാളത്തിൽ നാം പറയുമ്പോൾ മാത്രമാണ് എന്നത് രണ്ടാമത്തെ പദത്തിനോടൊപ്പം ചേർത്ത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നാം ഒന്നാമത്തെ കോളത്തിൽ നിശ്ചയമായും നീ എന്നും രണ്ടാമത്തെ കോളത്തിൽ മുൻദിർ എന്നതിനോടൊപ്പം താക്കീത് നൽകുന്നവൻ മാത്രമാണ് എന്ന് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നമായുടെ അർത്ഥമാണ് മാത്രമാണ് എന്നത്. നാം അത് പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്നമാ അൻത മുൻദിർ തീർച്ചയായും നീ താക്കീത് നൽകുന്നവൻ മാത്രമാണ്. മൻ യഖ്ഷാഹ മൻ യഖ്ഷാഹ മൻ ഒരുവൻ, യഖ്ഷ ഭയപ്പെടുന്നു, ഹ അതിനെ അഥവാ അസ്സാഅ അന്ത്യസമയത്തെ, സാഅത്തിനെ അന്ത്യസമയത്തെ. അപ്പോൾ മൻ യഖ്ഷ ഭയപ്പെടുന്നവൻ, മൻ യാതൊരുവൻ, യഖ്ഷ ഭയപ്പെടുന്നു, മൻ യഖ്ഷ ഭയപ്പെടുന്നവൻ, യഖ്ഷാഹ അതിനെ ഭയപ്പെടുന്നു, ഖലഖഹ എന്ന് പറഞ്ഞതുപോലെ യഖ്ഷാഹ അതിനെ ഭയപ്പെടുന്നു, മൻ യഖ്ഷാഹ അതിനെ ഭയപ്പെടുന്നവൻ. കഅന്നഹും കഅന്ന പോലെ, കഅന്ന പോലെ, ഹും അവർ, കഅന്നഹും അവർ ആയതുപോലെ, യൗമ ദിവസം, യറൗനഹ അതിനെ കാണുന്ന ദിവസം, യൗമ ദിവസം, യറൗൻ അവർ കാണുന്നു, റഅ അവൻ കണ്ടു, റഔ അവർ കണ്ടു, യറ അവൻ കാണുന്നു, യറൗൻ അവർ കാണുന്നു. അത് നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. യൗമ യറൗൻ അവർ കാണുന്ന ദിവസം, യറൗനഹ അതിനെ അവർ കാണുന്നു, യറൗനഹ അതിനെ അവർ കാണുന്നു, ഖലഖഹ എന്ന് പറഞ്ഞതുപോലെ യൗമ യറൗനഹ അവർ അതിനെ കാണുന്ന ദിവസം. കഅന്നഹും അവർ ആയതുപോലെ, യൗമ യറൗനഹ അവർ അത് കാണുന്ന ദിവസം. ലം യൽബസു അവർ താമസിച്ചിട്ടില്ല, ലബിസ താമസിച്ചു, ലബിസു അവർ താമസിച്ചു, യൽബസു അവൻ താമസിക്കും, യൽബസൂൻ അവർ താമസിക്കും. ലം യൽബസു അവർ താമസിച്ചിട്ടില്ല. ലം വന്നു കഴിഞ്ഞാൽ ഭാവി വർത്തമാനകാല ക്രിയാരൂപത്തെ ഭൂതകാല ക്രിയാരൂപമായി മാറ്റുന്നതാണ്. യൽബസൂൻ അവർ താമസിക്കുന്നു, ലം യൽബസു. ലം വന്നു കഴിഞ്ഞാൽ ഊനായുടെ അവസാനം ഉള്ള ന നഷ്ടപ്പെടുകയും അത് ഭൂതകാല ക്രിയയാക്കി മാറുകയും ചെയ്യും. അപ്പോൾ ലം യൽബസു അവർ താമസിച്ചിട്ടില്ല, ഇല്ല അഷിയ്യ ഒരു സായാഹ്നമല്ലാതെ, അഷിയ്യത്ത് സായാഹ്നം, ഇല്ല ഒഴികെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു ഒഴികെ ഒരു ആരാധ്യനും ഇല്ല, ഇല്ല ഒഴികെ, ഇല്ലല്ലാഹ് അള്ളാഹു ഒഴികെ, ഇല്ല അഷിയ്യ ഒരു സായാഹ്നം അല്ലാതെ, അഷിയ്യ സായാഹ്നം. ഔ ലുഹാഹ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാഹ്നം, ലുഹ പൂർവാഹ്നം നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. വല്ലുഹ പൂർവാഹ്നമാണ് സത്യം. ഔ ലുഹാഹ അതിൻ്റെ ഒരു പൂർവാഹ്നം, ഔ ലുഹാഹ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാഹ്നം, ഔ അല്ലെങ്കിൽ ലുഹ പൂർവാഹ്നം, ലുഹാഹ അതിൻ്റെ പൂർവാഹ്നം. ഇനി ഒരിക്കൽ കൂടി അതിൻ്റെ പദാനുപദാർത്ഥത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ഞാനതിൻ്റെ അർത്ഥം പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് പറയുക. യസ്അലൂനക് അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സഅ അന്ത്യസമയത്തെക്കുറിച്ച്, അയ്യാൻ എപ്പോഴാണ്, മുർസാഹ അതിൻ്റെ സംഭവിക്കൽ, ഫീമ അന്ത ഏതവസ്ഥയിലാണ് നീ, മിൻ ദിക്റാഹ അതേക്കുറിച്ച് പറയാൻ, ഇലാ റബ്ബിക്ക നിന്റെ നാഥനിലേക്കാണ്, മുൻതഹാഹ അതിൻ്റെ അന്ത്യം, ഇന്നമാ അൻത് നിശ്ചയമായും നീ, മുൻദിർ താക്കീത് നൽകുന്നവൻ മാത്രമാണ്, മൻ യഖ്ഷാഹ അതിനെ ഭയപ്പെടുന്നവർക്ക്, കഅന്നഹും അവരായതുപോലെ, യൗമ യറൗനഹ അവർ അത് കാണുന്ന ദിവസം,
ലം യൽബസു അവർ താമസിച്ചിട്ടില്ല, ഇല്ല അഷിയ ഒരു സായാഹ്നമല്ലാതെ, ഔ ദുഹാഹ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാഹ്നം. ഈ സെഷനിൽ അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഖുർആനിൽ 40-ലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള തവക്കല എന്ന ക്രിയയാണ്. തവക്കല അവൻ ഭരമേൽപ്പിച്ചു. അതിൻ്റെ രൂപഭേദങ്ങൾ ഞാൻ അറബിയും മലയാളവും പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയുക. തവക്കല അവൻ ഭരമേൽപ്പിച്ചു, തവക്കലു അവർ ഭരമേൽപ്പിച്ചു. തവക്കൽത്ത നീ ഭരമേൽപ്പിച്ചു, തവക്കൽത്തും നിങ്ങൾ ഭരമേൽപ്പിച്ചു. തവക്കൽത്തു ഞാൻ ഭരമേൽപ്പിച്ചു, തവക്കൽന നാം ഭരമേൽപ്പിച്ചു. യതവക്കലു അവൻ ഭരമേൽപ്പിക്കുന്നു, യതവക്കലൂൻ അവർ ഭരമേൽപ്പിക്കുന്നു. തതവക്കൽ നീ ഭരമേൽപ്പിക്കുന്നു, തതവക്കലൂൻ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. തവക്കൽ നീ ഭരമേൽപ്പിക്കൂ, തവക്കലു നിങ്ങൾ ഭരമേൽപ്പിക്കൂ. ലാ തതവക്കൽ നീ ഭരമേൽപ്പിക്കരുത്, ലാ തതവക്കലു നിങ്ങൾ ഭരമേൽപ്പിക്കരുത്. മുത്തവക്കിൽ ഭരമേൽപ്പിക്കുന്നവൻ, മുത്തവക്കൽ ഭരമേൽപ്പിക്കപ്പെടുന്നത്, തവക്കുൽ ഭരമേൽപ്പിക്കൽ. ഹുവ തവക്കല അവൻ ഭരമേൽപ്പിച്ചു, ഹിയ തവക്കലത്ത് അവൾ ഭരമേൽപ്പിച്ചു. ഹുവ യതവക്കൽ അവൻ ഭരമേൽപ്പിക്കുന്നു, ഹിയ തതവക്കൽ അവൾ ഭരമേൽപ്പിക്കുന്നു. അൻത തതവക്കൽ നീ ഭരമേൽപ്പിക്കുന്നു, ഹിയ തതവക്കൽ അവൾ ഭരമേൽപ്പിക്കുന്നു. ഇനി ഞാനതിൻ്റെ അറബി മാത്രം പറയാം, നിങ്ങളത് ആവർത്തിക്കുക. തവക്കല, തവക്കലു, തവക്കൽത്ത, തവക്കൽത്തും, തവക്കൽത്തു, തവക്കൽന. യതവക്കൽ, യതവക്കലൂൻ, തതവക്കൽ, തതവക്കലൂൻ. അതവക്കൽ, നതവക്കൽ, തവക്കൽ, തവക്കലു. ലാ തതവക്കൽ, ലാ തതവക്കലു. മുത്തവക്കിൽ, മുത്തവക്കൽ, തവക്കുൽ. ഹുവ തവക്കല, ഹിയ തവക്കലത്ത്. ഹുവ യതവക്കൽ, ഹിയ തതവക്കൽ. അൻത തതവക്കൽ, ഹിയ തതവക്കൽ. ഇനി ഞാൻ ഈ 2 പദങ്ങൾ വീതം പറയാം. തവക്കല, തവക്കലു, തവക്കൽത്ത, തവക്കൽത്തും, തവക്കൽത്തു, തവക്കൽന. യതവക്കൽ, യതവക്കലൂൻ, തതവക്കൽ, തതവക്കലൂൻ. അതവക്കൽ, നതവക്കൽ. തവക്കൽ, തവക്കലു. ലാ തതവക്കൽ, ലാ തതവക്കലു. മുത്തവക്കിൽ, മുത്തവക്കൽ, തവക്കുൽ. ഹുവ തവക്കല, ഹിയ തവക്കലത്ത്. ഹുവ യതവക്കൽ, ഹിയ തതവക്കൽ. അൻത തതവക്കൽ, ഹിയ തതവക്കൽ. അല്പം കൂടി വേഗത്തിൽ. തവക്കല, തവക്കലു, തവക്കൽത്ത, തവക്കൽത്തും, തവക്കൽത്തു, തവക്കൽന. യതവക്കൽ, യതവക്കലൂൻ, തതവക്കൽ, തതവക്കലൂൻ. അതവക്കൽ, നതവക്കൽ. തവക്കൽ, തവക്കലു. ലാ തതവക്കൽ, ലാ തതവക്കലു. മുത്തവക്കിൽ, മുത്തവക്കൽ, തവക്കുൽ. ഹുവ തവക്കല, ഹിയ തവക്കലത്ത്. ഹുവ യതവക്കൽ, ഹിയ തതവക്കൽ. അൻത തതവക്കൽ, ഹിയ തതവക്കൽ. അല്പം കൂടി വേഗത്തിൽ. തവക്കല, തവക്കലു, തവക്കൽത്ത, തവക്കൽത്തും, തവക്കൽത്തു, തവക്കൽന. യതവക്കൽ, യതവക്കലൂൻ, തതവക്കൽ, തതവക്കലൂൻ. അതവക്കൽ, നതവക്കൽ. തവക്കൽ, തവക്കലു. ലാ തതവക്കൽ, ലാ തതവക്കലു.
മുതവക്കിൽ, മുതവക്കൽ, തവക്കുൽ. ഹുവ തവക്കല, ഹിയ തവക്കലത്ത്. ഹുവ യതവക്കൽ, ഹിയ തതവക്കൽ. അൻത തതവക്കൽ, ഹിയ തതവക്കൽ. മാഷാ അള്ളാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആനിലെ 60,900 പദങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഒരു പേജിലെ 130 പദങ്ങളിൽ 101 പദങ്ങളും നമുക്കിപ്പോഴറിയാം. ഖുർആനിലെ ആകെ പദങ്ങളിൽ 78% പദങ്ങളും നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാം ഖുർആൻ വായിക്കുമ്പോൾ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം വായിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. വബില്ലാഹി തൗഫീഖ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.